മലയാളി സംഘടനകൾ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ തന്നെ മധ്യപ്രദേശ് പോലീസ് തടഞ്ഞെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. RSS പ്രതിഷേധത്തിന്റെ പേരിൽ തന്നെ തടഞ്ഞത് ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. RSS ആയതുകൊണ്ടാണ് മധ്യപ്രദേശ് പോലീസ് നടപടിയെടുക്കാതിരുന്നതെന്നും സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലൂടെ പ്രകടമായതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. അത് RSSന്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. RSS പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി സംഘർഷാവസ്ഥയുള്ളപ്പോൾ പോലും BJP നേതാക്കൾ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നമുണ്ടായില്ല. കേരള മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവത്തിൽ മധ്യപ്രദേശ് DIGയും ഭോപ്പാൽ കളക്ടറും മാപ്പ് പറഞ്ഞല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിലക്കേർപ്പെടുത്തിയ ശേഷം മാപ്പ് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. VHP നേതാവ് പ്രവീൺ തൊഗാഡിക്കെതിരായ കേസ് പിൻവലിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സമാധാന ചർച്ചയുടെ ഭാഗമായാണ് കേസ് പിൻവലിച്ചതെന്നും ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു. ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2003 ഒക്ടോബർ 5-ാം തീയതി എല്ലാവരെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ധാരണയിൽ എത്തി. അന്നത്തെ വ്യവസ്ഥയിൽ ഒന്ന്, ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് അതിൻ്റെ അപേക്ഷ കിട്ടി. നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിയമവകുപ്പിൻ്റെയും എല്ലാം ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേസ് പിൻവലിക്കേണ്ടത് കോടതിയാണ്. കോടതിയെ ഗവൺമെൻറ്റിനെ അറിയിക്കാം. ഗവൺമെൻറ്റിന് വിരോധമില്ല, NOC ഞങ്ങൾക്ക് പിൻവലിക്കാൻ വിരോധമില്ല എന്നുള്ള അറിയിക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ ഒരു തീരുമാനം ആണ് എടുത്തത്. പക്ഷേ കോടതിയെ അറിയിക്കേണ്ടി വന്നില്ല. കാരണം ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. ഇതാണ് ഇല്ലാത്ത ഒരു പ്രശ്നം. ഈ നാട്ടിൽ ഏതാണ്ട് വലിയ കുഴപ്പം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ്. അന്ന് എല്ലാവരും അംഗീകരിച്ചൊരു തീരുമാനമാണ്.